ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. ചില കറികളോട് വല്ലാത്തൊരു അഭിനിവേശമായിരിക്കും. അതായത് ഈ സാമ്പാർ, ചട്നി, പിന്നെ ഇതേപോലെ തന്നെ തേങ്ങയും മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ചാറ് കറിനോട്. പക്ഷേ നമ്മളിവിടെ ഒരു ഇത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ട് ഇത് ചെമ്മീനും മുരിങ്ങാക്കായും മാങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാറ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ വാങ്ങി റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതേ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഇരിപ്പുണ്ട്, പിന്നീട് നമുക്കത് മാങ്ങ ഇരിപ്പുണ്ട്, അതേപോലെ സവാള ഇരിപ്പുണ്ട്, പച്ചമുളക് ഇരിപ്പുണ്ട്, ഇഞ്ചി ഇരിപ്പുണ്ട്, പിന്നെ മുരിങ്ങാക്കായും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകവും ഇത്രയും സാധനം ചേർത്തുകൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ എല്ലാ സാധനവും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ലതുപോലെ അരച്ച് നല്ല തിക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മാങ്ങ വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ പയ്യെ ഒന്ന് വേവിച്ച് തുടങ്ങാം. കാരണം മുരിങ്ങാക്കായ ആദ്യം ഒന്ന് വെന്ത് കിട്ടണം. ചെമ്മീനൊക്കെ ഒന്ന് വേവ് കുറവാണല്ലോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ സവാളയും. അങ്ങനെ ഇത്രയും ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മളുടെ ബാക്കി പിന്നെ എന്തൊക്കെയാണെന്ന് അറിയാലോ. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരണം. പിന്നെ മാങ്ങയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് കുറവാണ്. അപ്പം മുരിങ്ങാക്ക ഇത്തിരി വെന്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇവനെയും കുറച്ച് സമയം ഒന്ന് വേകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ സംഭവമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് പയ്യെ ഒന്ന് വേവിച്ച് കൊടുക്കാം. ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്തങ്ങോട്ട് വരും. ഇപ്പം തന്നെ അങ്ങോട്ട് കളർ മാറുന്ന കണ്ടോ. കളർ മാറുകയും മാത്രമല്ല അത് വെന്ത് വേവിൻ്റെ ആ ഒരു കളർ വരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നല്ല തിക്കായിട്ടുള്ള തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടിയൊക്കെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്തിട്ട് പതിയെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചാറൊക്കെ കുറുകിയിരിക്കുന്നതാണ് കണ്ടോ. മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മുരിങ്ങാക്കായൊക്കെ നല്ലതുപോലെ വെന്ത്, മുരിങ്ങാക്ക ശരിക്കും വെന്ത് ആ ചാറൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലിലേക്ക് മാറുന്നത്. പിന്നെ ചെമ്മീനും കൂടി ചേർക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ. പിന്നെ ചെമ്മീൻ ചേർത്തില്ലെങ്കിലും നമുക്കിപ്പോൾ വെജിറ്റേറിയൻ മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനായി. അപ്പോൾ ഇതാണ് നമ്മളുടെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ മാങ്ങയ്ക്ക് പകരം തക്കാളി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തക്കാളി ചേർത്ത് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ തക്കാളി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തക്കാളിക്ക് ഇന്ന് 140 രൂപ. എന്നാൽ പിന്നെ മാങ്ങയാകാമെന്ന് വിചാരിച്ചു. മാങ്ങയാകുമ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പിലയും കൂടി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനും കൂടി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി വേറെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. അത് ജസ്റ്റ് താളിക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണമുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെ മൊരിഞ്ഞ് കിട്ടിയ സമയം വന്നു കഴിഞ്ഞു. ഇനി ഇതിന് നമുക്കെടുത്തിട്ട് നമ്മളുടെ ആ ചട്ടിയിലിരിക്കുന്ന നമ്മളുടെ ചാറ് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ തിളയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മറിച്ചൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, കുഴപ്പമില്ലല്ലേ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടോ, ചാറൊക്കെ കുറുകി ചെമ്മീനൊക്കെ വെന്ത് നമ്മുടെ
കറിയൊക്കെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മൊരിയിച്ച് വെച്ചിരിക്കുന്ന, അതായത് താളിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൾ എല്ലാം കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ഇതേപോലെ അങ്ങോട്ട് എല്ലാ സൈഡിലും അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി അങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമുക്കിവനെ തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പരിപാടി അവസാനിച്ച് കഴിഞ്ഞു. കണ്ടോ, സെറ്റായില്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ചാറ് കൂട്ടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവനെ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിരിക്കും കൂട്ടാം. പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. മാങ്ങയ്ക്ക് പുളി കുറവാണ്, അല്ലെങ്കിൽ ഇത്തിരി പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പുളിയോ കുടംപുളി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. കണ്ടോ, അവസാനത്തെ സ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, അല്ലു.